ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മളൊരു വീട് അല്ലെങ്കിൽ ഏതൊരു കെട്ടിടം നിർമ്മിച്ചു കഴിഞ്ഞാലും ഒരു ബിൽഡിംഗ് ടാക്സ് അടയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇനി എവിടെയാണ് ഈ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കേണ്ടത്? എല്ലാവരും അടയ്ക്കേണ്ടതായിട്ടുണ്ടോ? നമ്മുടെ കെട്ടിടത്തിൻ്റെ ഏരിയ അനുസരിച്ചിട്ട് നമ്മൾ അടയ്ക്കേണ്ട ബിൽഡിംഗ് ടാക്സ് എത്രയാണ്? ഇത്തരം കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതിനു മുന്നേ നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. ബിൽഡിംഗ് ടാക്സ് അല്ലെങ്കിൽ കെട്ടിട നികുതി എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ കെട്ടിടത്തിന് വേണ്ടിയിട്ട് റവന്യൂ വിഭാഗത്തിൽ, അതായത് വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ അടക്കുന്ന ഒരു നികുതിയാണിത്. ഒരു കെട്ടിടം പൂർത്തിയായി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ഒറ്റ തവണയായിട്ട് ഒരേ ഒരു പ്രാവശ്യം ഈ ഒരു നികുതി അടയ്ക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ തദ്ദേശ സ്ഥാപനത്തിൽ അടക്കുന്ന നികുതിയുണ്ട്, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, ഇതാണല്ലോ നമ്മുടെ ലോക്കൽ ബോഡി. അവിടെ അടക്കുന്ന നികുതിയാണ് പ്രോപ്പർട്ടി ടാക്സ് അഥവാ വസ്തു നികുതി. ഇത് നമ്മൾ ഓരോ 6 മാസം കൂടുമ്പോഴും അടയ്ക്കേണ്ടതായിട്ടുള്ളതാണ്. ബിൽഡിംഗ് ടാക്സും പ്രോപ്പർട്ടി ടാക്സും തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. പ്രോപ്പർട്ടി ടാക്സ് അഥവാ വസ്തു നികുതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തദ്ദേശ സ്ഥാപനത്തിൽ അടയ്ക്കുന്ന നികുതിയാണ്. ഇത് ഓരോ 6 മാസം കൂടുമ്പോഴും നമ്മൾ അടയ്ക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ ബിൽഡിംഗ് ടാക്സ് എന്ന് പറഞ്ഞാൽ റവന്യൂ വിഭാഗത്തിൽ, അതായത് വില്ലേജ് ഓഫീസിലോ താലൂക്ക് ഓഫീസിലോ നമ്മൾ ഒറ്റ തവണയായിട്ട് ഒരു പ്രാവശ്യം അടയ്ക്കുന്ന നികുതിയാണ് ഈ ഒരു ബിൽഡിംഗ് ടാക്സ് അഥവാ കെട്ടിട നികുതി എന്ന് പറയുന്നത്. ഇനി ആരൊക്കെയാണ് ഈ ഒരു ബിൽഡിംഗ് ടാക്സ് അല്ലെങ്കിൽ കെട്ടിട നികുതി അടയ്ക്കേണ്ടതായിട്ടുള്ളതെന്ന് നോക്കാം. സ്ക്വയർ മീറ്റർ അടിസ്ഥാനത്തിൽ, അതായത് കെട്ടിടത്തിന്റെ ഏരിയ ചതുരശ്ര മീറ്ററിൽ എത്രയാണെന്നുള്ളതിന് അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു നികുതി നിരക്ക് ഞാൻ പറയുന്നത്. റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുടെ, അതായത് താമസയോഗ്യമായിട്ടുള്ള കെട്ടിടങ്ങളുടെ, വീടുകളുടെ ഒക്കെ നികുതി നിരക്ക് എത്രയാണെന്നാണ് ഇനി പറയുന്നത്. 100 ചതുരശ്ര മീറ്റർ വരെയുള്ള റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്ക് അതായത് വീടുകൾക്കൊക്കെ കെട്ടിട നികുതി അടയ്ക്കേണ്ടതായിട്ടില്ല. ഇനി 101 ചതുരശ്ര മീറ്റർ മുതൽ 150 ചതുരശ്ര മീറ്റർ വരെയാണ് ഏരിയ എങ്കിൽ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകൾക്ക് പഞ്ചായത്തിൽ 1950 രൂപ, മുനിസിപ്പാലിറ്റിയിൽ 3500 രൂപയും കോർപ്പറേഷനിൽ 5200 രൂപയാണ് നികുതി നിരക്ക്. ഇനി 151 ചതുരശ്ര മീറ്റർ മുതൽ 200 ചതുരശ്ര മീറ്റർ വരെ ആണെങ്കിൽ പഞ്ചായത്തിൽ 3900 രൂപയും മുനിസിപ്പാലിറ്റിയിൽ 7000 രൂപയും കോർപ്പറേഷനിൽ 10500 രൂപയാണ് നികുതി നിരക്ക്. ഇനി 201 ചതുരശ്ര മീറ്റർ മുതൽ 250 ചതുരശ്ര മീറ്റർ വരെ ആണെങ്കിൽ പഞ്ചായത്തിൽ 7800 രൂപയും മുനിസിപ്പാലിറ്റിയിൽ 14000 രൂപയും കോർപ്പറേഷനിൽ 21000 രൂപയാണ് വരുന്നത്. ഇനി 250 ചതുരശ്ര മീറ്ററിന് മുകളിലാണെങ്കിൽ പഞ്ചായത്തിൽ 7800 രൂപയും അധികമായിട്ട് വരുന്ന 250 മുകളിൽ അധികമായിട്ട് വരുന്ന ഓരോ ചതുരശ്ര മീറ്ററിനും 1560 രൂപ അധികമായിട്ട് അടക്കണം. മുനിസിപ്പാലിറ്റിയിൽ 14000 രൂപയും പ്ലസ് അധികമായിട്ട് വരുന്ന ഓരോ ചതുരശ്ര മീറ്ററിനും 250 ചതുരശ്ര മീറ്ററിന് മുകളിൽ അധികമായിട്ട് വരുന്ന ഓരോ ചതുരശ്ര മീറ്ററിനും 3100 രൂപ അധികമായിട്ട് അടക്കണം. കോർപ്പറേഷനിൽ 21000 രൂപ പ്ലസ് അധികം വരുന്ന ഓരോ ചതുരശ്ര മീറ്ററിനും 3900 രൂപയും അടയ്ക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ റെസിഡൻഷ്യൽ ബിൽഡിങ്ങുകളുടെ കെട്ടിട നികുതി അഥവാ ബിൽഡിംഗ് ടാക്സ് നിരക്ക് ഇങ്ങനെയാണ് വരുന്നത്. ഇനി റെസിഡൻഷ്യൽ ബിൽഡിംഗ് ഒഴികെയുള്ള മറ്റ് കെട്ടിടങ്ങളുടെ നികുതി നിരക്ക് എത്രയാണെന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. ഇത് രണ്ടും കൂടി ആകുമ്പോൾ ടോട്ടൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.